ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ വ്ലോഗ്. ഇത്രയും നാളെ ഞാൻ ഷോർട്സ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോ ആണ് ഗായ്സ്, ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യൽ ആണ്. നമ്മുടെ ചെക്കന്റെ ബർത്ത്ഡേ ആണ് ഗായ്സ്. ബർത്ത്ഡേന്റെ തലേന്ന് കഴിഞ്ഞിട്ട് ഡ്രസ്സ് എടുക്കാൻ പോയതാട്ടെ. ഇത് ഷോപ്പെല്ലാം ക്ലോസ് ചെയ്യാൻ പോകാൻ പാട്ടാ. നമ്മൾ ഉണ്ണിയേട്ടൻ ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അടുത്തുനിന്ന് ഒരു കല്യാണത്തിനേക്ക് മൊത്തമുള്ള ഡ്രസ്സ് എടുത്തിട്ട് ആൾക്കാർ പോയി. എന്നിട്ട് നമ്മളെ ഡ്രസ്സ് എടുക്കൽ കഴിഞ്ഞിട്ടില്ല. കണ്ടില്ല ഇതാ അവസ്ഥ. ഒന്നാമതേ സമയം കുറയായി. പുറത്താണെങ്കിൽ ഒടുക്കത്തെ മഴയും പെയ്യുന്നുണ്ട്. ഒരു വിധത്തിലെ രണ്ടെണ്ണത്തിനെയും കൊണ്ട് ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയത്. ഫസ്റ്റ് എന്നും പറഞ്ഞ് അവൻ എക്സലേറ്റർ വഴി താഴെ ഇറങ്ങിയിട്ട് നമ്മൾ താഴെ ഇറങ്ങുമ്പോൾ അത് അവൻ അതുവഴി മേലിലേക്ക് കയറാൻ പോകുന്നു. അയ്യോ. പിന്നെ നമ്മൾ നേരെ വിട്ടത് കേക്കിന് ഓർഡർ കൊടുക്കാം. അവിടേക്ക് നോക്കുവാണെങ്കിൽ ഫുള്ള് കൺഫ്യൂഷനായി. വെറൈറ്റി ഫ്ലേവറിലും വെറൈറ്റി ഡിസൈനിലും അവർ കസ്റ്റമൈസ് ചെയ്തിട്ടും തരും. അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേക്കിന്. പേര് പറയാൻ കിട്ടുന്നില്ലെങ്കിലും അതിലൊരു കേക്ക് നമ്മൾ സെലക്ട് ചെയ്തു ഗായ്സ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, ഒരു ഒന്നൊന്നര കേക്ക്. എപ്പോഴൊക്കെ നമ്മൾ അവിടെ പോയിട്ട് കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ നമുക്ക് ഫ്രഷ് ആൻഡ് ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളി പീസാണ് നമുക്ക് കിട്ടാറുള്ളത്. ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് റെയിൽവേന്റെ അടുത്തുള്ള കേക്ക് സ്റ്റുഡിയോ എന്ന് പറയുന്ന ഷോപ്പാണ്. ഇത് പ്രൊമോഷൻ ഒന്നല്ല, എന്റെ അനുഭവം ഞാൻ നിങ്ങളായിട്ട് പങ്കുവെച്ചതാണ്. നല്ല കേക്ക് എവിടെ നിന്നാ കിട്ടാൻ ആലോചിച്ചിരിക്കുന്നവരോട് ഒന്നും ആലോചിക്കാണ്ട് നേരെ കേക്ക് സ്റ്റുഡിയോയിലേക്ക് വിട്ടു. ഇത് ബർത്ത്ഡേന്റെ അന്നാട്ടാ. ഇന്ന് ഉച്ചയ്ക്ക് പുറത്തുനിന്ന് നമുക്ക് ഫുഡ് കഴിച്ചുകൂടെയെന്ന് മോനോട് പറഞ്ഞപ്പോൾ മോൻ എന്നോട് പറയുക, വേണ്ടോ മോമോ ബിരിയാണി ഉണ്ടാക്കി തന്നാൽ മതി. അയ്യോ, ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിപ്പോയി ഗൈസ്. അപ്പോൾ നിങ്ങൾ പറയും ഇതൊക്കെ തള്ളാന്നല്ല ഗൈസ്, ഒരു തള്ളയുടെ രോദനാണ് ഗൈസ്, ഇതൊക്കെ സത്യമാണ് ഗൈസ്. ഉള്ളി മുറിക്കുമ്പോൾ ഇതിനെ കണ്ണെന്ന് വെള്ളം വരുന്ന അടുത്തുള്ളതിനോട് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ മറുപടി എന്നെ വല്ലാതെ ഞെട്ടിച്ചു ഗൈസ്. ഉള്ളിന്ന് വരണമെന്ന് പറയുന്ന കേട്ടിട്ടില്ല. അത് ഉള്ളി മുറിക്കുമ്പോൾ കണ്ണെന്ന് വെള്ളം വരുന്നത്. ഒരു ഒലക്കെ ഇട്ടിരുന്നെങ്കിൽ ആയുധം വെച്ചുള്ള കളിയാ. ഇങ്ങനെ വിജൃംഭിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ കോൺസെൻട്രേഷൻ കളിലെന്നും പറഞ്ഞ് അതിന് ഞാൻ എൻ്റെ അടുത്ത് നിന്ന് മാറ്റി ഗൈസ്. പുൽനാരങ്ങൻ്റെ കുരു നല്ലപോലെ കളഞ്ഞിട്ട് വേണം കേട്ടോ ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ കൈ പഠിച്ചിട്ട് തിന്നാൻ കഴിയില്ല. ബീഫ് ബിരിയാണി ആട്ടെ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഉള്ളി, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയിൽ ചതക്കിയത് ഇട്ട് കൊടുത്ത് നല്ല നെയ്യുള്ള ബീഫാട്ടാ. പിന്നെ അധികം മസാലപ്പൊടികൾ കാര്യങ്ങളൊന്നുമില്ല. വെറും ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി, ഒരു ഇത്തിരി ഗരം മസാലപ്പൊടി, ഉപ്പ് മാത്രമേ ഞാനിതിൽ ചേർത്ത്. എൻ്റെ കുക്കർ അതിലുണ്ടാക്കുന്ന സാധനങ്ങളായിട്ട് വല്ലാണ്ട് അടുപ്പത്തിലായി. ഇപ്പോൾ അത് മാത്രം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഇത്തിരി നെയ്യും കൂടി ലാസ്റ്റ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പുളിനാരങ്ങ നീരും തൈരും ഉപ്പും ഓയിലും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും നോക്കണ്ട കേട്ടോ. എൻ്റെ മൂക്ക് ജലദോഷം പിടിച്ചിട്ട് തീരെ കഴിയുന്നില്ല, അതുകൊണ്ട് കൂടെ തുമ്മുന്നുണ്ട്. അയ്യോ. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നിങ്ങളുടെ ബീഫിന് ആവശ്യമായിട്ടുള്ള വിസിൽ അടുപ്പിക്കുക. വേവുന്നതിൻ്റെ കണക്കിനനുസരിച്ചിട്ട് നിങ്ങൾ വിസിൽ കൊടുക്കും. നിങ്ങൾ കൊടുക്കേണ്ട കുക്കർ കൊടുത്തോളും. അപ്പോൾ അങ്ങനെ മസാല എല്ലാവരും റെഡി ആകുമ്പോൾ നമുക്ക് നെയ്ച്ചോറ്റിനുള്ള പണി നോക്കാം. അരി ഇളക്കുന്ന പാത്രത്തിന് കണക്കായ അളവിൽ തന്നെ നമ്മൾ വെള്ളം കണക്കാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി നെയ്ച്ചോറ് നമുക്ക് ഉണ്ടാക്കാം. എണ്ണ നല്ലപോലെ ചൂടാക്കി കഴിഞ്ഞാൽ കറുവപ്പട്ട, ക്രാമ്പും അങ്ങനെ കറക്ക സാധനങ്ങളൊക്കെ അതിലിട്ട് കൊടുക്കുക. അരിക്ക കണക്കായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഉപ്പ് ഒഴിച്ചു കൊടുക്കുക. ലാസ്റ്റ് കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. നെയ്ച്ചോറിന് നല്ല ഫ്ലേവർ കിട്ടും. അങ്ങനെ വെള്ളമില്ലാടന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് കച്ചമ്പർ ഉണ്ടാക്കാം. ഓരോ സ്ഥലത്ത് ഓരോ പേരാന്ന്. ചിലവർ സാലഡ് എന്ന് പറയും, ചിലവർ സർലാസ് എന്ന് പറയും. നമ്മളിൽ കച്ചമ്പർ എന്നാ പറയില്ല, കച്ചമ്പറെന്നോ കിച്ചമ്പറെന്നോ അങ്ങനെ എന്തോ നമ്മൾ പറയില്ല. വെള്ളം തെളിച്ച് അരി കഴുകി ഇട്ട് കൊടുക്കുക. ഈ സമയത്തല്ലോ നെയ്ച്ചോറിൻ്റെ ഫ്ലെയിം ഫുള്ളിൽ തന്നെ വെക്കണം. സ്ലോ ഒന്നും ചെയ്യേണ്ട. അരിയൊക്കെ ഇട്ട് നല്ലപോലെ തിളച്ച് കഴിഞ്ഞാൽ മാത്രമേ ഗ്യാസ് സ്ലോ ചെയ്യേണ്ടുള്ളൂ. ബാക്കിയുള്ള ദമ്മിടലും പരിപാടിയൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഗൈസ്, ഭയങ്കര തിരക്ക്. ജുമാലെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇക്കമോനും വീട്ടിലെത്തിന്. അപ്പോൾ അവർക്കുള്ള ഫുഡ് വിളമ്പി കൊടുക്കുകയാണ്. പുറത്തെല്ലാം പോയി പിള്ളേരെല്ലാം നല്ല ഫോട്ടോസെല്ലാം എടുക്കണമെന്നെല്ലാം വിചാരിച്ചിരുന്നായിരുന്നു. പുറത്ത് നല്ല മഴയാണ് ഗൈസ്. ഇതൊരു ഇത്തിരി ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ടെങ്കിലും മഴക്കാർ കെട്ടിയിരിക്കും, ഏത് നിമിഷം പെയ്യുന്നുള്ള കണക്ക്. അങ്ങനെ ഫുഡൊക്കെ വിളമ്പി സെറ്റ്. അങ്ങനെ മോന് ഞാൻ പെട്ടെന്ന് ഫുഡ് വാരി കൊടുക്കാം കേട്ടോ. അവന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ബിരിയാണി നല്ലോണം ഇഷ്ടപ്പെട്ടു. അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി ഗൈസ്. ഇവരെ രണ്ടാൾ തിന്നിച്ച് കഴിഞ്ഞാൽ കേട്ടോ എനിക്ക് സമാധാനത്തിൽ തിന്നാൻ പറ്റില്ല. അങ്ങനെ രണ്ടെണ്ണത്തിനും ചോറ് തിന്നിച്ചിട്ട് ഞാൻ അങ്ങനെ ഒരു അംഗത്തിനിരുന്നു. നല്ല ചൂട് ബിരിയാണിയും അച്ചാറും തൈരെല്ലാം കൂട്ടിയിട്ട് ഞാനൊരു പിടി പിടിച്ച് ഗൈസ്. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയാം. അങ്ങനെ നമ്മളെ മെയിൻ കലാപരിപാടിയിലേക്ക് കടന്നിരിക്കുകയാണ് ഗൈസ്. ബർത്ത്ഡേ പോയി കേക്ക് മുറിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. അങ്ങനെ നമ്മളെ പൊന്നും മോന് അൽഹംദുലില്ലാ മാഷാ അല്ലാ 7 വയസ്സായിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ നമ്മൾ ഉൾപ്പെടുത്തുക. കുഞ്ഞിപ്പൊണ്ണും നല്ല ഉടുപ്പെല്ലാം മാറ്റി മൊഞ്ചായി ഒപ്പരം തന്നെയാണ്. ഇതിപ്പോൾ ആരതാ ബർത്ത്ഡേ എന്ന് കൺഫ്യൂഷൻ ആവും ഇത് കാണുമ്പോൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ സന്തോഷം. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളുടെ കമൻറ്റ് വഴി അറിയിക്കുക. ലൈക്ക്, സബ്സ്ക്രൈബ്, ഫോളോ ഒക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.